ശരിക്കും അധ്യാപനത്തിൽ നിന്ന് യോഗയിലേക്ക് മാറിയതല്ല. യോഗയിലേക്ക് അധ്യാപനത്തിൽ നിൽക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഒരു 2011-12 കാലഘട്ടത്തിൽ തിരുവല്ലയിൽ ജോലിയായിട്ട് വന്ന സമയത്ത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്തുള്ള ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ സുധീഷ് എന്ന് പറയുന്ന ഒരു സാറ് നടത്തുന്ന ഒരു യോഗാ സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും ഞാൻ യോഗ ഒരു എക്സസൈസ് എന്നുള്ള നിലയിലാണ് ആദ്യം പോയത്. ഒരു ശാരീരിക വ്യായാമത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ സാറിൻ്റെ കൂടെ പോയി സ്ഥിരമായി അവിടെ പോകാൻ തുടങ്ങി. പോയി വന്നപ്പോഴത്തേക്ക് യോഗയോടൊരു ഇഷ്ടം വന്നു. അപ്പം സാറ് തന്നെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് വരുന്നുണ്ട്, അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രാക്ടിക്കൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് തിയറിയും കൂടെ പഠിക്കണം. അപ്പോൾ അതും കൂടെ പഠിച്ചാൽ എക്സാം എഴുതുമെന്ന് പറഞ്ഞു. എക്സാം എഴുതി, അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോഴ്സായി, തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ കോഴ്സായി. അങ്ങനെ പടിപടിയായിട്ട് യോഗയിലേക്ക്. അപ്പോൾ ഈ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു, കോഴ്സുകളും മറ്റുമൊക്കെ അന്നേ വ്യാപകമായിരുന്നു അല്ലേ? അതെ. നേരത്തെ തന്നെ കോഴ്സുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കേരള ഗവൺമെൻറ് നടത്തുന്ന SRC സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി അന്നേ നിലവിലുണ്ട്.